ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. Was the speech delivered by Indira Gandhi, then Prime Minister of India, in the Conference of United Nations Organization held at Stockholm in 1972, which led to the observation of 5 June as the World Environment Day. അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ കോൺഫറൻസിൽ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടത്തിയിരുന്ന കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു. അവരുടെ സ്പീച്ചിൻ്റെ ഭാഗമായാണ് 5 ജൂൺ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ, അതായത് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ ഉള്ള തീരുമാനത്തിൽ എത്തിച്ചത്. ഇവിടെ പിക്ചറിൽ നമുക്കൊരു പക്ഷിയെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഡോഡോ. ഡോഡോ ഈസ് എ ബേർഡ് ദാറ്റ് ബിക്കെയിം എക്സ്റ്റിങ്ക്റ്റ് ബിക്കോസ് ഓഫ് റെക്ലെസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ബൈ മാൻ. അതായത് ഡോഡോ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് മനുഷ്യൻ്റെ അമിതമായ വിഭവ ചൂഷണം കാരണം നാമാവശേഷമായ ഒരു പക്ഷിയാണ് ഡോഡോ എന്ന് പറയുന്നത്. ഡോഡോ ബേർഡ്സ് വേർ the inhabitants of the Mauritius Islands in the Indian Ocean and were killed extensively for meat. ഡോഡോ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇന്ത്യൻ ഓഷനിലെ മൗറീഷ്യസ് ഐലാൻഡിലായിരുന്നു ഡോഡോനെ കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ മനുഷ്യർ മീറ്റിന് വേണ്ടിയിട്ട്, മാംസത്തിനായി അമിതമായി കൊന്നു തുടങ്ങി. അങ്ങനെയാണ് അത് എക്സ്റ്റിങ്ക്റ്റ് ആയത്. Other animals that are now extinct include ഔറോച്ച് cattle found in India, Asian cheetah, etc. വേറെ അനിമൽസ്, ഇതുപോലെ നാമാവശേഷമായിട്ടുള്ള വേറെ അനിമൽസാണ് ഔറോച്ച് cattle, ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്, പിന്നെ ഏഷ്യൻ ചീറ്റ എന്നിവയൊക്കെ. Observe the pictures given. What will be the consequences of man's reckless use of resources? Write footnotes for these pictures. താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിന് അടിക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇവിടെ ആദ്യത്തെ പിക്ചറിൽ നമുക്ക് കുറേ വാഹനങ്ങൾ കാണാം. എല്ലാം പേഴ്സണൽ വെഹിക്കിൾസ് ആണ്. അതായത് ഓരോരുത്തരും സ്വന്തമായി വാഹനം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അത്രയും വാഹനങ്ങളുടെ എണ്ണം കൂടും, അതിനനുസരിച്ച് എയർ പൊല്യൂഷനും ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് അടിക്കുറിപ്പ് ഫോട്ട് നോട്ടായിട്ട് എഴുതാം. എയർ പൊല്യൂഷൻ ഇൻക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പേഴ്സണൽ വെഹിക്കിൾസ്. രണ്ടാമത്തെ അവിടെ തന്നിട്ടുണ്ട്, ഫോറസ്റ്റ് ലാൻഡ്സ് ബിക്കം ബാരൻ. കാടുകളായിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പം എന്താണ്, തരിശു ഭൂമിയായിട്ടാണ് കിടക്കുന്നത്. ഇനി മൂന്നാമത്തെ, നമ്മൾ അമിതമായിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ അതില്ലാതാവും. അതുപോലെയാണ് ഫിഷ് എന്ന് പറയുന്നതും നമുക്ക് കിട്ടുന്ന ഒരു റിസോഴ്സാണ്. അത് നമ്മൾ അമിതമായി ഉപയോഗിക്കുമ്പോൾ അതും കുറയും. അപ്പോൾ സ്കേഴ്സിറ്റി ഇൻ ഫിഷ് വെൽത്ത്, അതായത് മത്സ്യസമ്പത്തിൽ കുറവ് ഉണ്ടാകും. നാലാമത്തെ നമുക്ക് കാണാം, മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമിതമായി മിനറൽസിന് മൈൻ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞു പോകും. നമുക്ക് മിനറൽ എക്സോഷൻ വിൽ ഒക്കർ എന്ന് അടിക്കുറിപ്പായിട്ട് കൊടുക്കാം. ഫോറസ്റ്റ് റിസോഴ്സസിനെ മനുഷ്യർ എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. It is estimated that about 3 million cubic meter of wood is being used by man every year. അതായത് ഓരോ വർഷവും 3 million cubic meter of woodാണ് മനുഷ്യർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്ക് പറയുന്നത്. Man clears forest about the size of a football ground every second. ഓരോ സെക്കൻഡിലും മാൻ ക്ലിയർ ചെയ്യുന്നു ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും സൈസ് വരുന്ന കാടിനെയാണ്. Only about half of the present forest land will be left by 2020 if the present trend prevails. പഴയ കണക്കാണ് പറയുന്നത്. അതായത് ഇതുപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന വർഷങ്ങളിൽ പകുതി കാട് മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷണം, വിഭവ സംരക്ഷണം. Judicious and careful use of resources as well as giving enough time for them to replenish can conserve the natural resources. അതായത് ജുഡീഷ്യസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട്, വിവേകപരമായും കെയർഫുള്ളായിട്ടും നമ്മൾ റിസോഴ്സസിന് യൂസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ ഈ ഉപയോഗിക്കുന്ന റിസോഴ്സിന് തിരിച്ചു വരാനായിട്ടുള്ള സമയം നൽകി അതിനെ ഉപയോഗിക്കുവാനും നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് നാച്ചുറൽ റിസോഴ്സസിനെ കൺസേർവ് ചെയ്യാൻ പറ്റും, സംരക്ഷിക്കാനായിട്ട് പറ്റും. Discuss how the situation shown in each of the pictures contribute to resource conservation.
ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് റിസോഴ്സ് കൺസർവേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയാം. ഈ പിക്ചറിൽ എന്താണ്, ഒരു സ്റ്റുഡൻറ്റ് സൈക്കിൾ യൂസ് ചെയ്യുന്നു അല്ലേ. ഈ സൈക്കിളിന് പകരം നോർമൽ വെഹിക്കിൾസ് ആണെങ്കിൽ അത് നമുക്ക് എയർ പൊല്യൂഷന് കാരണമാവും, അതുപോലെ പെട്രോളിയത്തിൻ്റെ യൂസേജ് അധികമാവും. അപ്പോൾ അതിനൊക്കെ പകരം സൈക്കിൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇവിടെ കുട്ടികളെല്ലാവരും കൂടി ചെടികൾ നട്ടു വളർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രകൃതിക്ക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. അടുത്തതിൽ നമുക്ക് മനസ്സിലാക്കാം, സോളാർ എനർജി യൂസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ബാഗ്, തുണി സഞ്ചികളുടെ ഉപയോഗം പ്ലാസ്റ്റിക് യൂസേജ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് നമുക്ക് കാണുന്നത് വിൻഡ് എനർജി യൂസ് ചെയ്തിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മെത്തേഡാണ്. അപ്പോൾ ഇതും പ്രകൃതിക്ക് നല്ലതാണ്. നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 3 കോളംസിലായിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് മാച്ച് ചെയ്യാം. ആദ്യത്തെ കോളത്തിൽ ഓവർ യൂസ് ഓഫ് റിസോഴ്സസിനെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് അമിതമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ റിസോഴ്സ്, അത് യൂസ് ചെയ്യുന്ന ഏത് റിസോഴ്സാണ്. മൂന്നാമത്തേതിൽ റെമഡിയൽ മെഷേഴ്സ്, അതായത് അതിനെ നമ്മൾ പാഴാക്കാതിരിക്കാനായിട്ടുള്ള മെഷേഴ്സ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മുൻകരുതലുകൾ എടുക്കാം എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഇമേജിൽ നമുക്ക് കാണാം കുറേ ലൈറ്റ്സൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഒരു ഹൗസാണ്. സോ അതിൽ നമുക്ക് എനർജി റിസോഴ്സാണ് കാണാൻ കഴിയുന്നത്. അത് നമുക്ക് എങ്ങനെ റെമഡിയൽ മെഷേഴ്സ് എടുക്കാം. സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ലൈറ്റ്സ് വെൻ നോട്ട് ഇൻ യൂസ്, അതായത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിനെ സ്വിച്ച് ഓഫ് ചെയ്യുക. ഡിപ്പെൻഡ് മോർ ഓൺ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് സച്ച് ആസ് സൺലൈറ്റ്, വിൻഡ് എക്സെട്ര. അതായത് ഈ സൺലൈറ്റ്, വിൻഡ് യൂസ് ചെയ്തിട്ടുള്ള എനർജിക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് കൂടുതൽ യൂസ് ചെയ്യുക. ഇൻസുലേഷൻ ചെയ്യുന്നത് നമ്മുടെ ഹീറ്റിൻ്റെയും കൂളിങ്ങിൻ്റെയൊക്കെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഫോറസ്റ്റ് റിസോഴ്സാണ്. പ്രിവെൻറ്റ് ഡീഫോറസ്റ്റേഷൻ, അതായത് കാട് വെട്ടി നശിപ്പിക്കുന്നതിനെ തടയണം. പ്ലാന്റ് ട്രീസ് ഇൻ ബാരൻ ലാൻഡ്സ്, അതായത് തരിശുഭൂമിയായി കിടക്കുന്ന സ്ഥലങ്ങളിൽ ട്രീസൊക്കെ നട്ടുപിടിപ്പിക്കുക. അടുത്തതാണ് റീയൂസ് ആൻഡ് റെഡ്യൂസ് യൂസ് ഓഫ് പേപ്പർ, അതായത് നമുക്കറിയാം മരങ്ങളിൽ നിന്നാണ് പേപ്പേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പേപ്പർ യൂസ് ചെയ്യുമ്പോൾ അത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതുപോലെ അതിനെ റീയൂസ് ചെയ്യുക, അതുപോലെ ഇതിൻ്റെ യൂസ് കുറയ്ക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് മരങ്ങളെ വെട്ടി നശിപ്പിക്കാതെ തന്നെ നിലനിർത്താനായിട്ട് കഴിയും. അതാണ് വാട്ടർ റിസോഴ്സ്. അതിനെങ്ങനെ റെമഡിയൽ മെഷേഴ്സ് എടുക്കാം എന്ന് നോക്കാം. വേസ്റ്റ് ഫ്രഷ് വാട്ടർ, ശുദ്ധജലം നമ്മൾ പാഴാക്കരുത്. പ്രാക്ടീസ് വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് സച്ച് ആസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് മഴവെള്ളം ശേഖരിക്കുന്നത്, അതുപോലെയുള്ള മെഷേഴ്സ് എടുക്കുക വാട്ടറിനെ സംരക്ഷിക്കാനായിട്ട്. പിന്നെ പ്ലാന്റ് ട്രീസ് ഇൻ റിവർ സൈഡ്, പുഴയ്ക്കരികിലൊക്കെ ട്രീസിനെ പ്ലാന്റ് ചെയ്യുക. You might have understood that the natural resources are limited and hence they are to be conserved. അതായത് നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അതായത് മിതമാണ്. ആൻഡ് ഹെൻസ് ദേ ആർ ടു ബി കൺസേർവ്ഡ്, അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കണം. വി ഹാവ് ദ റൈറ്റ് ടു യൂസ് ദ എസെൻഷ്യൽ റിസോഴ്സസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസിനെ ഉപയോഗിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. But we don't have the right to use them without considering the need of the future generation. പക്ഷെ നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി ഇല്ലാത്ത വിധത്തിൽ യൂസ് ചെയ്യാനുള്ള അവകാശമില്ല. വൈസ് യൂസ് ഓഫ് റിസോഴ്സസ് ഷുഡ് ബി അവർ മോട്ടോ. നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതെ, ബുദ്ധിപരമായി വിവേകപരമായി റിസോഴ്സസിനെ ഉപയോഗിക്കുക എന്നതായിരിക്കണം. These laws have emerged from the necessity to control the reckless exploitation of nature that poses threat to the very existence of man. അതായത് മനുഷ്യർ അമിതമായി പ്രകൃതിയിലുള്ള വിഭവങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ അതിലൊരു കൺട്രോൾ വേണം എന്ന ആ ഒരു നിയന്ത്രണത്തിന് അനിവാര്യമായ സമയത്താണ് ഈ ലോസ് വന്നത്. ആ ലോസ് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്.
Section 48A and Section 51AG of the Indian Constitution stating the conservation of nature as the duty of the Indian citizen. അതായത് ഓരോ ഇന്ത്യൻ പൗരനും, ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരനും നമ്മുടെ നേച്ചറിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഈ സെക്ഷൻസ് പറയുന്നത്. രണ്ടാമത്തെയാണ് നേച്ചർ കൺസർവേഷൻ ആക്ട്, അതായത് പ്രകൃതി സംരക്ഷണത്തിനുള്ള നിയമം. അടുത്തത് വാട്ടർ ആക്ട്, ദെൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ദെൻ എയർ ആക്ട്. ഇവയൊക്കെയാണ് ഇന്ത്യയിലുള്ള നിയമങ്ങൾ, റിസോഴ്സ് കൺസർവേഷന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ. അടുത്തത് റിസോഴ്സ് കൺസർവേഷൻ ഇൻ കേരള. ഇനി കേരളത്തിൽ എങ്ങനെയാണ് വിഭവ സംരക്ഷണം എന്ന് നോക്കാം. The People's Movement for the Conservation of the Periyar River in 1999 led to the establishment of the Water Authority. അതായത് പെരിയാർ റിവറിൻ്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെൻറ്റ് കാരണം ഉണ്ടായതാണ് വാട്ടർ അതോറിറ്റി. അതുപോലെ വേരിയസ് ആക്ട്സ് റിലേറ്റഡ് ടു ദ റിസോഴ്സ് കൺസർവേഷൻ ഹാവ് എമേർജ്ഡ് ഇൻ കേരള ഫോളോയിങ് പീപ്പിൾസ് മൂവ്മെൻറ്റ്സ് ആൻഡ് ത്രൂ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ്. ജനങ്ങളുടെ മുന്നേറ്റത്തിലൂടെയും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളിലൂടെയും കുറേ ആക്ട്സ് എമർജ്ഡ് ആയിട്ടുണ്ട് കേരളത്തിൽ. എക്സാമ്പിൾസ് ആണ് ആക്ട് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പാഡി ഫീൽഡ്, നെൽവയലുകൾ സംരക്ഷിക്കാനായിട്ടുള്ള ആക്ട്. ദെൻ ആക്ട് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് വെറ്റ് ലാൻഡ്സ്, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള ആക്ട്. ഇവയൊക്കെ അതിന് എക്സാമ്പിളാണ്. സേഫ് ഗാർഡ് നേച്ചർ ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നേച്ചറിനെ നമ്മൾ സംരക്ഷിക്കണം എങ്ങനെ? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലൂടെ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. Development that meets the needs of the present without compromising the right of future generations to fulfill their needs is termed as sustainable development. അതായത് ഡെവലപ്മെൻറ്റ് എല്ലാ സമയവും ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഉള്ള ജനങ്ങൾക്ക് വേണ്ട ഡെവലപ്മെൻറ്റ് നടക്കണം. അതായത് ആ ഡെവലപ്മെൻറ്റിലൂടെ അവരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം, അവരുടെ ആവശ്യങ്ങൾ തൃപ്തികരമായിരിക്കണം. അതുപോലെ ഈ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ അത് ഫ്യൂച്ചർ ജനറേഷൻസിനെ അഫക്റ്റ് ചെയ്യരുത്. അവർക്കുള്ള വിഭവങ്ങളൊന്നും നമ്മൾ ചൂഷണം ചെയ്യരുത്. മിതമായ അളവിലുള്ള റിസോഴ്സസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗാന്ധിജി പറഞ്ഞിട്ടുള്ള വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. എർത്ത് പ്രൊവൈഡ്സ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവ്രി മാൻസ് നീഡ്സ് ബട്ട് നോട്ട് എവ്രി മാൻസ് ഗ്രീഡ്. അതായത് ഭൂമി നമുക്ക് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റാനുള്ള റിസോഴ്സസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്യാഗ്രഹത്തിനുള്ളത് ഇല്ല. അതായത് എല്ലാം ലിമിറ്റഡ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇതിലൂടെ പറയുന്നത്. Recycling and reusing of resources as well as reducing their use are the means to sustainable development. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് റീസൈക്ലിംഗ് ചെയ്യാം, അതായത് ഉപയോഗിച്ചതിനെ വീണ്ടും ഉപയോഗിക്കാൻ പാകത്തിനാക്കുക, അല്ലെങ്കിൽ റീയൂസ് ചെയ്യാം, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെ അങ്ങനെ തന്നെ ഉപയോഗിക്കുക, പിന്നെ യൂസേജ് കുറയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അതൊക്കെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. വാട്ട് ടു ഡു ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ലെറ്റ് us വർക്ക് ടുഗദർ. യൂസ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ കിച്ചൺ ഫോർ വാട്ടറിങ് പ്ലാന്റ്സ്. നമുക്ക് എന്ത് ചെയ്യാം? കിച്ചൺ വാട്ടറിന് നമുക്ക് പ്ലാന്റ്സിനൊക്കെ നനയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. പ്ലാന്റ് ട്രീസ് ഇൻ പബ്ലിക് പ്ലേസസ്, അതായത് പൊതുസ്ഥലങ്ങളിൽ മരങ്ങളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിക്കുക. യൂസ് ദ നോൺ കൺവെൻഷണൽ energy resources such as solar energy, wind energy etc. to maximum. അതായത് നമുക്ക് പറ്റാവുന്നിടത്തോളം എന്ത് യൂസ് ചെയ്യുക? സൂര്യപ്രകാശം യൂസ് ചെയ്ത് എനർജി നിർമ്മിക്കുക, കാറ്റ് യൂസ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് ആണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുക കൂടുതലും. ensure steps for റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് മഴവെള്ളം ശേഖരിച്ച് അതിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനുള്ള സ്റ്റെപ്സ് എടുക്കുക. യൂസ് ക്ലോത്ത് ബാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ്, പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് ക്ലോത്ത് ബാഗ്സ്, തുണി കൊണ്ടുള്ള ബാഗ്സ് യൂസ് ചെയ്യും. റീസൈക്കിൾ ആൻഡ് കമ്പോസ്റ്റ്, അതായത് നമ്മൾ ഉപയോഗിച്ച സാധനം റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന പോലെ ആക്കുക. പിന്നെ കമ്പോസ്റ്റ്, അതായത് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് ഒരു കമ്പോസ്റ്റ് നിർമ്മിക്കാൻ പറ്റുകയാണെങ്കിൽ അതും വളരെ യൂസ്ഫുള്ളായിരിക്കും.
ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ, അതായത് ഇന്നു മുതൽ ഞാൻ ഇതൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത്. റെഡ്യൂസ് ദ എനർജി കൺസംഷൻ ബൈ, അതായത് വൈദ്യുതി കൺസംഷൻ നമ്മൾ എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നാണ് പറയുന്നത്. യൂസിങ് ഫാൻസ് ആൻഡ് ലൈറ്റ്സ് ഓൺലി വെൻ നീഡഡ്, അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഫാനും ലൈറ്റ്സൊക്കെ യൂസ് ചെയ്യുക, ആവശ്യമില്ലാത്ത സമയത്ത് ഓഫ് ചെയ്ത് വയ്ക്കുക. യൂസിങ് ഓൺലി എനർജി എഫിഷ്യൻറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, അതായത് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചില ഉപകരണങ്ങളിൽ കൂടുതൽ കറണ്ട് വലിക്കും, അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്യാതെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ യൂസ് ചെയ്യുക. യൂസിങ് LED ബൾബ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഓർഡിനറി ബൾബ്സ്, LED ബൾബ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യും. അൺപ്ലഗ് ഐഡിൽ ഇലക്ട്രോണിക്സ്, അതായത് നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കുന്ന ഇലക്ട്രോണിക്സിനെ വെറുതെ സ്വിച്ച് ഓഫ് ചെയ്താൽ മാത്രം പോരാ, പ്ലഗ് കൂടി ഊരി വെക്കണം. ബിക്കോസ് അൺപ്ലഗ് ചെയ്യാതെ വെക്കുമ്പോൾ ചെറിയ തോതിലുള്ള എനർജി വേസ്റ്റേജിന് കാരണമാകും. പുട്ട് ഡെക്കറേറ്റീവ് ലൈറ്റ്സ് ഓൺ എ ടൈമർ, നമ്മൾ അലങ്കാരത്തിന് വേണ്ടി ലൈറ്റ്സൊക്കെ യൂസ് ചെയ്യും അല്ലേ, അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്തിട്ട് സമയം കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. അങ്ങനെ എനർജി ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് കഴിയാവുന്ന കാര്യങ്ങൾ. റീയൂസ് ദ ഫോളോയിങ് തിങ്സ്, റീയൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കുക, ഉപയോഗിച്ച സാധനം തന്നെ വീണ്ടും ഉപയോഗിക്കുക. നമുക്ക് പേപ്പർ അങ്ങനെ യൂസ് ചെയ്യാം, ബോട്ടിൽസ്, ക്ലോത്ത്സ്, ഇനിയും കുറേ സാധനങ്ങൾ നമുക്കങ്ങനെ യൂസ് ചെയ്യാം. അതാണ് ഓർഗാനിക് വേസ്റ്റ്, അതായത് നമ്മുടെ പച്ചക്കറികൾ അങ്ങനെ കുറേ വേസ്റ്റ് വരില്ലേ, അതൊക്കെ നമുക്ക് റീയൂസ് ചെയ്തിട്ട് വളമായിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ പേപ്പർ, ഗ്രോസറി ബാഗ്സ് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. Engage in activities to make people aware of the issues related to environment, അതായത് എല്ലാവരും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ചെയ്യുക, അതിലൂടെ ഒരു ബോധവൽക്കരണം പോലെ നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക. യൂസ് റിസോഴ്സസ് ഓൺലി ഇഫ് എസെൻഷ്യൽ, നമുക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം റിസോഴ്സസിനെ യൂസ് ചെയ്യുക. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം റീയൂസ് ചെയ്യുക, അതുപോലെ റീസൈക്കിൾ ചെയ്യുക, ഒന്നും വേസ്റ്റ് ആക്കാതെ നോക്കുക. ഒരു നല്ല പ്രകൃതിക്കായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ എങ്ങനെ അതിൽ നിന്നും കിട്ടുന്നത് നമുക്ക് ഉപയോഗിച്ച് പ്രകൃതിക്ക് തിരിച്ച് എങ്ങനെ നല്ലത് ചെയ്യാം എന്ന് നമ്മൾ കണ്ടു. ലെറ്റ് us റിട്ടേൺ ടു നേച്ചർ ആൻഡ് കൺസേർവ് ഇറ്റ്, നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകണം, എന്നിട്ട് അതിനെ സംരക്ഷിക്കണം. ലെറ്റ്സ് ബ്രിങ് ഫോർത്ത് ഗ്രേറ്റ് ചേഞ്ചസ് ത്രൂ അവർ ലിറ്റിൽ ഫുഡ് സ്റ്റെപ്സ്, ഒരു ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ വലിയ മാറ്റങ്ങളെ നമുക്ക് കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. ചാപ്റ്ററിൻ്റെ സമ്മറിയും പിന്നെ ഇതിൻ്റെ ആക്ടിവിറ്റീസും അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. If you have any comments, post your comments. Thank you so much.